സാത്താനെതിരെയുള്ള ആത്മയുദ്ധ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ ആഗമനകാലത്ത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമായ കർത്താവ് മനുഷ്യകുലത്തെ വഴിതെറ്റിച്ച സർപ്പത്തിനെതിരെ നടത്തുന്ന ശിക്ഷാവിധിയുടെ ഒരു പ്രവചനമുണ്ട്. സർപ്പവും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാകുമെന്ന്, ഒടുവിൽ അവിടെ പുത്രൻ സർപ്പത്തിന് തല തകർക്കുമെന്ന്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യമാണത്. അതുകൊണ്ട് തന്നെ സർപ്പം തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആദ്യം മുതലേ അവനില്ലായ്മ ചെയ്യുവാനുള്ള കുടിലതന്ത്രങ്ങൾ മെനയുകയായിരുന്നു. ഭൂമിയിലേക്ക് രക്ഷകൻ കടന്നു വരുവാനുള്ള ദൈവനിശ്ചയത്തിനെതിരെ അവൻ പ്രതിബന്ധങ്ങൾ പലതും സൃഷ്ടിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യുവാൻ ഹേറോദസിലൂടെ പരിശ്രമിക്കുന്നു. അവൻ ക്രിസ്തുവിനെതിരായി തിരിയുകയാണ്. മരുഭൂമിയിൽ പരീക്ഷിക്കുന്നു. ഗസ്തവനിൽ അവനെ നിരുത്സാഹപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ഞാൻ നശിപ്പിക്കാനാണോ നീ വരുന്നതെന്ന് തർക്കിക്കുന്നുമുണ്ട്. മനുഷ്യരിലൂടെ അവൻ ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്നുണ്ട്. കുരിശിൽ അവനെ വധിക്കുവാൻ മുതിരുന്നുണ്ട്. കല്ലറയിൽ അവനെ അടക്കം ചെയ്ത് കാവലേൽപ്പിച്ച് ഇല്ലായ്മ ചെയ്യുവാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ സാത്താൻ്റെ എല്ലാ പരാക്രമങ്ങളും അതിജീവിച്ചുകൊണ്ട് ക്രിസ്തു 3-ാം ദിവസം മരണത്തെ അതിജീവിച്ച് പുറത്തു വരികയാണ്. ഈ ഒരു വെളിച്ചത്തിൽ ക്രിസ്തുമസ് ഒരു ആത്മീയ യുദ്ധമായി കാണാൻ കഴിയണം നമുക്ക്. നമ്മുടെ രക്ഷകൻ പിറന്ന ദിവസമാണത്. സാത്താൻ്റെ പ്രലോഭനങ്ങൾ നാം വീണു പോകുമ്പോൾ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ കടന്നു വന്ന രക്ഷകൻ്റെ പിറവിത്തിരുന്നാൾ. ഭൂമിയിൽ അവൻ പൂജാതനായപ്പോൾ സ്വർഗം നാരകീയ ശക്തികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് മാനവരാശി മോചിപ്പിക്കുവാൻ ദൈവം നടത്തിയ പോർവിളിയാണിതെന്നേ. ലോകം മുഴുവനും നിറഞ്ഞു നിന്നുകൊണ്ട് ക്രിസ്തുവിന് അനുയായികൾ മനമുരുകി ആത്മവീര്യത്തോടെ അനുദിനം പ്രാർത്ഥിക്കുകയല്ലേ, സ്വർഗസ്ഥനായ പിതാവേ, നിൻ്റെ രാജ്യം വരണമേ എന്ന്. ആകയാൽ ഈ ആത്മീയ യുദ്ധത്തിൽ ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സാത്താനെതിരെ പോരാടാനുള്ള കരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്.